ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അടിപൊളി വെറൈറ്റി കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ വെറൈറ്റീസ് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സും ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ എസാസിൻ്റെ പുതിയൊരു പിക്കിൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. കേര അച്ചാറാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിന് 250 ഗ്രാമിന് 180 ആണ് റേറ്റ് വരുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് പ്രിസർവേറ്റീവ്സും കളറും അതുപോലെ തന്നെ മീറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. കൂടുതലും ഗ്രേവിയും കാര്യങ്ങളായിരിക്കും. നമ്മളിതൊന്നും ചേർത്തിട്ടില്ല, പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ കൂടുതലും മീറ്റ് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഗ്രേവിയൊക്കെ കുറവായിരിക്കും, മീറ്റ് തന്നെയായിരിക്കും. അപ്പോൾ കേരയുടെ നല്ലൊരു അച്ചാറാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 180 ആണ് റേറ്റ് വരുന്നത്, 250 ഗ്രാമിന്. പിന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ചെമ്മീൻ അച്ചാറാണ്, പ്രോൺസിൻ്റെ പിക്കിളാണ്. ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ്. ഇത് 100 ഗ്രാമിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തന്നെയാണ്. 100 ഗ്രാമിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു തന്നാൽ മതി. പിന്നെ നമുക്ക് മത്തിയുടെ അച്ചാർ അവൈലബിൾ ആണ്. അതും 250 ഗ്രാമിന് 140 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 500 ഗ്രാമിന് 280 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ എസാസിൻ്റെ ഏതെങ്കിലും പിക്കിൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു തന്നാൽ മതി. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റാണ്. സീഡ്ലിംഗ് സൈസ് പ്ലാന്റാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമ്മൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഒരു ചെറിയ റേറ്റിന് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 250 തുടങ്ങി അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കൈയുടെ ഈ ഒരു വലിപ്പം ഉണ്ടാവും കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, നമ്മൾ ഇത്രയും റേറ്റ് കുറവിനും പ്ലാന്റ്സ് കൊടുത്തിട്ട് ചില കസ്റ്റമേഴ്സ് കയ്യിൽ കിട്ടുമ്പോൾ ചെറിയ പ്ലാന്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. അതിന് അപ്പോൾ 250ൻ്റെ പ്ലാന്റ്, ആ ഒരു റേറ്റിനുള്ള പ്ലാന്റ് വേണമെന്ന് വെച്ചാൽ കസ്റ്റമറിന് വേണ്ടേന്താനും ചെറിയ സൈസിലുള്ള പ്ലാന്റ് മതിയെന്നും പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സീഡ്ലിംഗ് സൈസ് പ്ലാന്റാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു സൈസ് കാണിച്ചു തരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും. ഇതുപോലെ ജിഫി ബാഗിലാണ് വരുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നത്. 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 24 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. കണ്ടോ, റൂട്ടൊക്കെ കണ്ടോ, നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതും ചെറിയ സൈസ് പ്ലാന്റ് തന്നെയാണ്. എൻ്റെ കയ്യിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ പ്ലാന്റിന്. സൈസ് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരുന്നത്. കാരണം നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടാവരുത്. കാരണം നമ്മളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഈ ഒരു സീഡ്ലിംഗ് സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ 24 ക്യാരറ്റിൻ്റെ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. മീഡിയം സൈസ് പ്ലാന്റിന് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്. കാരണം 24 ക്യാരറ്റിൻ്റെ പ്ലാന്റിന് റേറ്റ് ഉള്ളതുകൊണ്ടാണ് 130 രൂപ റേറ്റ് വരുന്നത്. ഈ പ്ലാന്റൊക്കെ ചെറിയ പ്ലാന്റ്സ് ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. നമ്മൾ ഒന്ന് ജസ്റ്റ് ഇതിപ്പോൾ നമുക്ക് നെറ്റ് പോട്ട് അല്ലാത്തതുകൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. ഈ കവറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ തന്നെ പോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം റൂട്ട് ഓൾറെഡി പുറത്തോട്ട് വന്നോളും നന്നായിട്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കാം. സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കസ്റ്റമേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് 130 ആണ് ഇതിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ചൈന റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കുള്ളൂ. ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 250 ആണ് റേറ്റ് വരുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 90 രൂപയാണ് റേറ്റ് വരുന്നത്. 90 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം. പിന്നെ എൻ്റെ റിപ്ലൈക്ക് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ചില കസ്റ്റമർ പറയാറുണ്ട് റിപ്ലൈ തരാനായിട്ട് ലേറ്റ് ആവുന്നു. കാരണം നമുക്ക് ഓൾറെഡി എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരേപോലെ തന്നെ ഡീൽ ചെയ്യണം. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. നെക്സ്റ്റ് വരുന്നത് സിങ്കോണിയം വെറൈറ്റിയാണ്. നല്ല അടിപൊളി ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ്. നല്ലൊരു റെഡ് ഷെയ്ഡ് കയറി വരുന്നത്. ഇത് നോർമൽ വെറൈറ്റി അല്ല, കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ്. നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ സ്റ്റെമ്മ് വരുന്നത്. നല്ലൊരു റെഡ് ഷെയ്ഡിലോട്ട് മാറുന്ന ഒരു ലീഫാണിത്. പ്ലാന്റ് മെച്ചുവേർഡ് ആവുന്തോറും നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു പ്ലാന്റ്. ഇതിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. 90 ആണ് റേറ്റ് വരുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം.
ഇത് നമുക്ക് ജിഫി ബാഗിലാണ് വന്നത്. നമ്മൾ അതിന് ശേഷം ഒരു പോട്ടിലോട്ട് നട്ടതിന് ശേഷം പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസായി വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളർ വരുന്നൊരു വെറൈറ്റിയാണ്. ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ടൊക്കെ കുറച്ചിങ്ങനെ ഡാർക്ക് ഗ്രീനും വരുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. ചില കസ്റ്റമേഴ്സിന് സിങ്കോണിയം വളരെ ഇഷ്ടപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ സിങ്കോണിയം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇത് കളക്ട് ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതിനും 90 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. വേണ്ടവർ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നെക്സ്റ്റ് വരുന്നത് ഒരു സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് തന്നെയാണ്. നമ്മുടെ എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. റെഡ് എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സെൻറ്ററിൽ കൂടി നല്ലൊരു റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ്. ഡാർക്ക് ഗ്രീനിൽ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. സൈസ് ഞാൻ എടുത്ത് കാണിക്കുകയാണ്. ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് നെറ്റ് പോട്ടിലല്ല വരുന്നത്. ഇതുപോലെ ജിഫി ബാഗിലായതുകൊണ്ട് നമുക്ക് ഈ ജിഫി ബാഗോടുകൂടി തന്നെ നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം. 90 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ആന്തൂറിയം വെറൈറ്റിയാണ്. ഇത് ആന്തൂറിയം മിനിയേച്ചർ ടൈപ്പ് വരുന്ന വെറൈറ്റിയാണ്. നല്ല ഒരു വെൽവെറ്റ് പോലത്തെ ഒരു ലീഫുകളായിരിക്കും. നമുക്കിത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. നല്ലൊരു വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. അതും ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത്. എല്ലാവർക്കും വലിയ പ്ലാന്റ് ആവശ്യമില്ല. എല്ലാവർക്കും ചെറിയ പ്ലാന്റാണ് കൂടുതലും നമ്മുടെ അടുത്ത് നിന്ന് സെയിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ പ്ലാന്റ്സ് നോക്കി കൊണ്ടുവരുന്നത്. കാരണം ചെറിയ റേറ്റിന് മതി എന്ന് പറയുന്ന കസ്റ്റമർ ഉണ്ട് കൂടുതൽ പേരും. അപ്പോൾ വലിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു സൈസ് ചെറിയ പ്ലാന്റും അവൈലബിൾ ആണ്. കണ്ടോ, ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന സൈസ് ഞാൻ ആദ്യം കാണിച്ചായിരുന്നു. 200 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആന്തൂറിയത്തിൻ്റെ വലിയ സൈസ് പ്ലാന്റാണ്. എലിഫൻ്റ് ഇയർ, ആനച്ചെവിയൻ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഈ പ്ലാന്റ് നല്ല സൈസ് വെക്കോട്ടോ. ഓരോ പുതിയ ലീഫ് നല്ല വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയാണ്. അത് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും. നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റ ലീഫുള്ള ഈ ഒരു പ്ലാന്റാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. ഇതിന് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. 350 ആണ് റേറ്റ് വരുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല വലിപ്പം വെക്കുന്ന വെറൈറ്റിയാണ് ഈ ഒരു ആന്തൂറിയത്തിൻ്റെ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു ലീഫുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു തന്നാൽ മതി. ഇത്രയും നല്ല സൈസായിട്ട് ഇതിലും കൂടുതൽ വലിപ്പം വെക്കുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഓരോ ലീഫ് വരുന്തോറും വലിപ്പം വെച്ച് വരും. നെക്സ്റ്റ് വരുന്നത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഒരു സിൽവറും സെൻറ്ററിൽ കൂടി നല്ലൊരു ഗ്രീൻ ഷെയ്ഡും കയറി വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റ് ആണോ എന്ന്. മണി പ്ലാന്റ് അല്ല, ഇത് ഫിലോഡെൻഡ്രോൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയിൽപ്പെട്ടൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മൾ വേറെ കെയറൊന്നും കൊടുക്കേണ്ടാത്തൊരു വെറൈറ്റിയാണ്. പക്ഷേ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുമാണ്. 100 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതും ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റി തന്നെയാണ്. ഒരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ലീഫുകളാണ്. ഇതുപോലെ നല്ല വേരിഗേഷൻ വന്ന പ്ലാന്റ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ല രസമായിട്ട് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. നമുക്ക് സ്റ്റെയറിൻ്റെ സൈഡിലോ സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ലൊരു ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 90 രൂപയാണ് റേറ്റ് വരുന്നത്. 90 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കാം. നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ വെറൈറ്റിപ്പെട്ട ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു ലീഫായിരിക്കും. കുറച്ചിങ്ങനെ വളഞ്ഞും തിരിഞ്ഞു നോക്കിയിരിക്കുന്ന ഒരു ലീഫായിരിക്കും. സെൻറ്ററിൽ കൂടി ഇതുപോലത്തെ ഒരു പിങ്ക് ഷെയ്ഡും കയറി വരും. പ്ലാന്റ് മെച്ചുവേർഡ് ആവുന്നതോറും നല്ല ഭംഗി വെക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതും നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റ്. ഇതിപ്പോൾ സീഡ്ലിംഗ് സൈസ് പ്ലാന്റാണ്. നമ്മൾ നെറ്റ് പോട്ടിലാണ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. നെക്സ്റ്റ് നമ്മളൊരു കോംബോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കോംബോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംഗിളായിട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. 250 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു കോംബോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ പ്ലാന്റാണിത്. നെക്സ്റ്റ് വരുന്നത് 10 ക്യാരറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. 10 ക്യാരറ്റിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സിംഗിളായിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്.
അപ്പോൾ ഇത് നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ബാർബി പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നല്ലൊരു ഹാർട്ട് ഷേപ്പ് വരുന്നൊരു ലീഫാണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ലീഫും നല്ല കളറുമാണ് ഈ ഒരു പ്ലാന്റിന്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റാണ് നമ്മുടെ കോംബോയിൽ വരുന്നത്. ഈ ഒരു 3 പ്ലാന്റിന് കോംബോ റേറ്റ് വരുന്നത് 700 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസും മറ്റും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചെന്നാൽ മതി. നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ്. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC വഴിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്